Indian History 1899 to 1905. In this video, we discuss about these important major political events in Indian history. ഇന്ത്യയുടെ ചരിത്രത്തിൽ 1899 മുതൽ 1905 വരെ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 1899, Lord Curzon was appointed as Viceroy of India. These were the important events during his tenure. 1899 ലോർഡ് കേഴ്സൺ ഇന്ത്യൻ വൈസ്രോയിയായി അധികാരമേറ്റു. ഇവയാണ് അദ്ദേഹത്തിന്റെ കാലത്ത് നടന്ന പ്രധാന സംഭവങ്ങൾ. In 1899, Curzon enacted Calcutta Corporation Act. 1899 കൽക്കട്ട കോർപ്പറേഷൻ നിയമം പാസാക്കി. In 1900, Punjab Land Alienation Act and Irrigation Commission. 1900 പഞ്ചാബ് ഭൂപരിഷ്കരണ നിയമം പാസാക്കി. അതേ വർഷം തന്നെ ജലസേചനത്തിന്റെ വികസനത്തിനു വേണ്ടി ഒരു കമ്മീഷനെ നിയമിച്ചു. 1902, Appointment of Police Commission. 1902 പോലീസ് വ്യവസ്ഥയുടെ നവീകരണത്തിനു വേണ്ടി പോലീസ് കമ്മീഷനെ നിയമിച്ചു. 1904, Indian University Act, Ancient Monument Preservation Act and Cooperative Credit Society Act. 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി നിയമം പാസാക്കി. അതേ വർഷം തന്നെ പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള നിയമവും സഹകരണ പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ചുകൊണ്ടുള്ള നിയമവും പാസാക്കി. 1905, Bengal Partition, Sodesian Boycott. 1905 ബംഗാൾ വിഭജനം നടക്കുന്നത്. ഇത് സ്വദേശി പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനും ബഹിഷ്കരണ പ്രക്ഷോഭത്തിനും കാരണമായി. Calcutta Corporation Act 1899. This act reduced the strength of elected members and increased the strength of the official members. Political powers of Calcutta Corporation was curtailed down. 1899 കൽക്കട്ട കോർപ്പറേഷൻ നിയമം. കോർപ്പറേഷനിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ എണ്ണം കുറച്ചു. ഔദ്യോഗിക പ്രതിനിധികളുടെ എണ്ണം കൂട്ടി. ഈ നിയമത്തിലൂടെ കോർപ്പറേഷന്റെ അധികാരം കുറയ്ക്കുകയും നിയമനിർമ്മാണത്തിൽ വൈസ്രോയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. Punjab Land Alienation Act 1900. 1900 പഞ്ചാബ് ഭൂപരിഷ്കരണ നിയമം. This bill cancelled Zamindar right to sell or mortgage a land. ഈ നിയമത്തിലൂടെ സമീന്ദാർമാർക്ക് ഭൂമി വിൽക്കുവാനോ പണയം വയ്ക്കുവാനോ ഉള്ള അധികാരം റദ്ദാക്കി. It protects Zamindars from money lenders. പണമിടപാടുകാരിൽ നിന്നും സമീന്ദാർമാരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു ഈ നിയമം, ജപ്തി നടപടികൾ ഒഴിവാക്കാൻ. And eventually, money lenders stopped giving loans. അതോടെ സമീന്ദാർമാർക്ക് ലോൺ ലഭിക്കാതെയായി. ജപ്തി നടപടികളിൽ നിന്ന് പഞ്ചാബ് ഭൂപരിഷ്കരണ നിയമം അവർക്ക് സംരക്ഷണം നൽകുന്നു. പണം തിരിച്ചടക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാലും ജപ്തി ചെയ്യാൻ സാധിക്കാത്തതിനാലും ആരും പണം പലിശയ്ക്ക് കടം കൊടുക്കാൻ തയ്യാറായില്ല. Irrigation Commission 1900. Irrigation Commission was appointed under Sir Colin Scott Moncrief and Jhelum Canal work was completed. 1900 സർ കൊളീൻ സ്കോട്ട് മോൺക്രീഫിന്റെ കീഴിൽ ജലസേചനത്തിന്റെ വികസനത്തിനായി ഒരു കമ്മീഷനെ നിയമിച്ചു. തുടർന്ന് ജലം കനാലിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. Appointment of Police Commission 1902. Lord Curzon appointed a police commission under Sir Andrew Fraser. പോലീസ് സേനയുടെ നവീകരണത്തിനായി കേഴ്സൺ പ്രഭു സർ ആൻഡ്രൂ ഫ്രേസറിന്റെ കീഴിൽ ഒരു പോലീസ് കമ്മീഷനെ നിയമിച്ചു.
Indian University Act 1904 made the universities and colleges completely under the government control. 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി നിയമം. ഇത് യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും അധികാരം പൂർണ്ണമായും ഗവൺമെന്റിന്റെ കീഴിലാക്കി. Cooperative Credit Society Act 1904. Punjab Land Alienation Act cancelled Zamindar right to sell or mortgage a land. Moneylenders stopped giving loans. There was a need for another source. Cooperative Credit Society Act was enacted in 1904 and established Agriculture and Rural Bank. പഞ്ചാബ് ഭൂപരിഷ്കരണ നിയമത്തിനു ശേഷം സമീന്ദാർമാർക്ക് തങ്ങളുടെ ഭൂമി പണയം വെക്കാനോ വിൽക്കുവാനോ സാധിച്ചിരുന്നില്ല. ഇത് അവർക്ക് ലോൺ ലഭിക്കുന്നതിന് തടസ്സമായി. പണത്തിനു വേണ്ടി ഒരു പുതിയ മാർഗം കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. തുടർന്ന് ഗ്രാമീണ മേഖലകളിൽ കാർഷിക ബാങ്കുകൾ സ്ഥാപിച്ചു. Partition of Bengal 1905. 1905 ബംഗാൾ വിഭജനം. Division of Bengal carried out by Lord Curzon despite strong Indian nationalist opposition. രാജ്യവ്യാപകമായി നേതാക്കളുടെ പ്രതിഷേധം കണക്കിലെടുക്കാതെ 1905 കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടപ്പിലാക്കി. Bengal was partitioned into two parts. Eastern Bengal and Assam, which is Muslim dominated area, and the rest of Bengal, which is Hindu dominated area. ബംഗാൾ വിഭജിക്കപ്പെട്ടു. ബംഗാളിന്റെ കിഴക്കൻ പ്രദേശവും ആസാമും ചേരുന്ന ഭാഗം മുസ്ലിം ഭൂരിപക്ഷമായിരുന്നു. മറ്റുള്ള പ്രദേശങ്ങളാകട്ടെ ഹിന്ദു ഭൂരിപക്ഷവും. ഇതിലൂടെ വിഭജിച്ചു ഭരിക്കുക എന്ന തന്ത്രമാണ് കഴ്സൺ പ്രഭു നടപ്പിലാക്കിയത്. British argument were the partition was intended to administrative convenience and effective governance. ഭരണ സൗകര്യത്തിനു വേണ്ടിയായിരുന്നു വിഭജനമെന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ വാദം. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ വിഭജിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. But actually it was part of divide and rule policy. ബംഗാൾ വളരെ വലിയ പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ ഭരണ സംവിധാനം നടപ്പിലാക്കാൻ വേണ്ടിയാണ് വിഭജനമെന്ന് ബ്രിട്ടീഷുകാർ വാദിച്ചു. പക്ഷേ മതത്തിന്റെ പേരിൽ വിഭജിച്ചു ഭരിക്കുക എന്ന തന്ത്രമായിരുന്നു അവർ നടപ്പിലാക്കിയിരുന്നത്. ഇതിലൂടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ നിശബ്ദമാക്കാൻ കഴിയുമെന്ന് അവർ കരുതി. പക്ഷേ ഇത് വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് നയിച്ചു. There was wide protests which led to Swadeshi and boycott movements. സ്വദേശി പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനും ബഹിഷ്കരണ പ്രക്ഷോഭത്തിനും ഇത് കാരണമായി. Swadeshi and boycott. These are two faces of the same coin. Swadeshi means adopting indigenous products and boycott means rejecting foreign products. സ്വദേശി എന്നതുകൊണ്ടും ബഹിഷ്കരണം എന്നതുകൊണ്ടും അർത്ഥമാക്കിയിരുന്നത് ഒന്നു തന്നെ ആയിരുന്നു. സ്വദേശി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. ബഹിഷ്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വിദേശ വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക, വിദേശ വസ്തുക്കൾ വർജിക്കുക. വിദേശ വസ്തുക്കൾ ഉപയോഗിക്കാതെ ഇന്ത്യൻ വസ്തുക്കൾ മാത്രം ഉപയോഗിക്കുക. അതായിരുന്നു സ്വദേശി അഥവാ ബഹിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഉദ്ദേശ്യം. Boycott was announced in 1905 as an anti-partition movement. In 1906, INC session in Calcutta under Dadabhai Naoroji adopted resolution of Swadeshi. 1905 ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. 1906 കൽക്കട്ടയിൽ ദാദാബായ് നവറോജിയുടെ കീഴിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യോഗം ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കും സ്വദേശി പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനു വേണ്ടിയുള്ള പ്രമേയം അംഗീകരിച്ചു. 1906 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം കൽക്കട്ടയിൽ ദാദാബായ് നവറോജിയുടെ കീഴിൽ നടന്നു. സ്വദേശി പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനും ബഹിഷ്കരണത്തിനും വേണ്ടിയുള്ള പ്രമാണം ഈ യോഗം അംഗീകരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം സ്വരാജ് അഥവാ സ്വാതന്ത്ര്യം ആയി അംഗീകരിച്ചു. The goal of INC was changed into Swaraj or self-government. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം സ്വരാജ് അഥവാ സ്വയംഭരണം എന്നതായി മാറി.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ തളർത്തുവാൻ വേണ്ടിയായിരുന്നു കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. എന്നാൽ ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഉണർവ് പകരുകയും പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രക്ഷോഭങ്ങളിൽ പങ്കാളികളായി. Important leaders: Aurobindo Ghosh, Lokmanya Bal Gangadhar Tilak, Bipin Chandra Pal, and Lala Lajpat Rai. പ്രധാനപ്പെട്ട നേതാക്കൾ ഓറോബിന്ദോ ഘോഷ്, ലോകമാന്യ ബാലഗംഗാധർ തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ്. They were extremist leaders. ഇവർ തീവ്ര ദേശീയവാദികളായിരുന്നു. In 1905, Lord Curzon resigned and Lord Minto was appointed as new Viceroy of India. കഴ്സൺ പ്രഭുവിന്റെ രാജിയെ തുടർന്ന് 1905 ലോർഡ് മിന്റോ വൈസ്രോയായി നിയമിതനായി.